പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നടത്തിയ ധൂർത്തിനെക്കുറിച്ചും തന്നിഷ്ടങ്ങളെക്കുറിച്ചും അഴിമതികളെക്കുറിച്ചും വെറും പകൽ കൊള്ളകളെക്കുറിച്ചും ഒക്കെ തന്നെ ഒരുപാട് ചർച്ചകൾ മാധ്യമങ്ങളൊക്കെ നടത്തിയതാണ്. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. തീർച്ചയായിട്ടും ഈ വിഷയങ്ങളിലൊക്കെ തന്നെ UDF സർക്കാർ അടിയന്തരമായ ഒരു പരിശോധന നടത്തണം എന്നുള്ളതാണ് കേരള ജനതയുടെ ആവശ്യം. കാരണം ജനങ്ങളുടെ പണമാണ്, ഖജനാവിലെ പണമാണ് തോന്നിയ വഴി ഒരു കാരണവുമില്ലാതെ ധൂർത്തടിച്ചത്. 50,000 രൂപയുടെയും 1 ലക്ഷം രൂപയുടെയും കണ്ണട, ഈ 30-40 വാഹന വ്യൂഹങ്ങൾ, അതിനൊക്കെ ഇന്ധനമൊഴിക്കണ്ടേ? അതുപോലെ എന്തെല്ലാം ധൂർത്തായിരുന്നു, എന്തെല്ലാം സ്വജന പക്ഷപാതങ്ങളും തോന്നിയവാസവുമാണ് പിണറായി വിജയൻ നേരിട്ടും കൂടെയുള്ള മന്ത്രിമാരും സഖാക്കളും ഒക്കെ നടത്തിയത്. 1 കോടി രൂപയുടെ ബസ്സിൽ കയറാൻ ലിഫ്റ്റ്. ഇപ്പോൾ നിയമസഭയിൽ നിന്ന് അദ്ദേഹത്തിന് ഇറങ്ങിപ്പോകാൻ ലിഫ്റ്റിൻ്റെ ഒരാവശ്യവുമില്ല. അദ്ദേഹത്തിന് കൂളായി നടന്നു പോകാം. ഈ 2 സ്റ്റെപ്പ് ഈ ബസ്സിൽ കയറാനാണ് വയ്യ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ കാലിന് സുഖമില്ല എന്ന് പറഞ്ഞ് ലിഫ്റ്റ് വച്ചത്. അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ ഒരു ജനതയുടെ സ്വപ്നങ്ങളും ഒരു ജനതയുടെ അവർ നൽകുന്ന നികുതി പണവും ഒക്കെ തന്നെയാണ് ഇവിടെ ധൂർത്തടിക്കപ്പെട്ടത്, കൊള്ളയടിക്കപ്പെട്ടത്, അടിച്ചു മാറ്റപ്പെട്ടത്, തോന്നിയവാസം ചെലവഴിച്ചത്. തീർച്ചയായിട്ടും അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. VD സതീശൻ സർക്കാർ അതിന് മുൻകൈയെടുക്കും എന്ന് തന്നെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒരു സുഹൃത്ത് എഴുതിയ കുറിപ്പാണ്. കേരള നിയമസഭയ്ക്ക് എത്ര പടിയുണ്ടെന്നറിയാമോ? അതായത് കേരള നിയമസഭയിലേക്ക് കയറണമെങ്കിലും ഇറങ്ങണമെങ്കിലും എത്ര പടിക്കെട്ട് കയറണം എന്ന് അറിയാമോ? 30 പടിക്കെട്ടാണ് ഉള്ളത്. അവിടുന്ന് മെയിൻ ഗേറ്റ് വരെ ഉദ്ദേശം 30 മീറ്റർ ദൂരമുണ്ട്. ഈ 30 പടിക്കെട്ടുകൾ അനായാസം ഇറങ്ങി 30 മീറ്റർ ദൂരം നടന്ന് മെയിൻ ഗേറ്റിലേക്ക് വരുന്ന പിണറായി വിജയനെ നമ്മൾ എന്നും കാണുന്നുണ്ട്. ഈ പിണറായി വിജയനാണ് ബസ്സിന്റെ 1 സ്റ്റെപ്പ് ഇറങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ മുടക്കി നവകേരള ബസ്സിൽ ലിഫ്റ്റ് സ്ഥാപിച്ചത്. ഈ പിണറായി വിജയനാണ് ഒറ്റ നിലയുള്ള വീടിന്റെ മുകളിലത്തേക്ക് നിലയിൽ പോകാനായി 30 ലക്ഷം രൂപ മുടക്കി ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് വെച്ചത്. ഈ വിജയനാണ് 10 മീറ്റർ നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് 23 സ്കൂളുകളുടെ മതിലുകൾ പൊളിച്ചു കളഞ്ഞത്. പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ സ്കൂളിന്റെ മതിൽ നവകേരള ബസ്സിന് പോകാനായിട്ട്. നാട്ടുകാരുടെ പണം കാണുമ്പോൾ എന്തും ചെയ്യാൻ തോന്നുന്ന ഒരുതരം മനോവികാരമുണ്ട്. നാട്ടുകാരുടെ പണം കാണുമ്പോൾ അർമാദിക്കാൻ തോന്നുന്ന ഒരു പ്രത്യേക വിങ്ങലുണ്ട്. കാട്ടുകൊള്ളനായ ഒരുത്തന്റെ മുന്നിൽ ഭണ്ണാരം തുറന്നു കിട്ടിയാൽ അയാൾക്കുണ്ടാകുന്ന ഒരു മതിഭ്രമമുണ്ട്. അതായിരുന്നു ഈ പിണറായി വിജയൻ എന്ന വ്യക്തിക്ക്, മുൻ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നത് എന്ന് ഇദ്ദേഹം പറയുന്നു. 247 കോടി രൂപയാണ് പാവപ്പെട്ട കേരളത്തിലെ ജനങ്ങളുടെ ഖജനാവിൽ നിന്നെടുത്ത് ഇലക്ഷന്റെ തലേദിവസം വരെ ഇദ്ദേഹത്തിന്റെ മുഖം മാത്രം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രദർശിപ്പിച്ചത് മറ്റാരുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട്. അതായത് പാവപ്പെട്ട മനുഷ്യർക്ക് 6175 ലൈഫ് മിഷൻ വീടുകൾ പണിതു കൊടുക്കാനുള്ള പണമാണ് എടുത്തത്. ഉദ്ദേശക്കണക്ക് കുപ്പത്തൊട്ടിയിൽ കിടക്കുന്നുണ്ട് ഇന്ന് 247 കോടി രൂപയുടെ ഫ്ലക്സ്. എന്തായിരുന്നു ഇദ്ദേഹത്തിന് മാനസിക രോഗം, ഇദ്ദേഹത്തിൻ്റെ മാനസിക അവസ്ഥ എന്താണ് എന്നുകൂടി ഒന്ന് പരിശോധിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അന്വേഷിക്കണം. ഇതൊക്കെ എന്താണ് ചെയ്തത്? ഖജനാവിൽ നിന്ന് പണമെടുത്താണ് ഇതെല്ലാം ചെയ്തത്. മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് അവകാശപ്പെടുന്നതൊക്കെ തന്നെ കിട്ടിക്കോട്ടെ, പക്ഷേ ജനങ്ങളുടെ പണമാണ് ഈ കളഞ്ഞു കുളിച്ചതും തൂത്തുവാരി കളഞ്ഞതും വെള്ളത്തിലെറിഞ്ഞതും ഫ്ലക്സ് അടിച്ച് വഴിയിൽ കുപ്പത്തൊട്ടിയിലിട്ടതുമൊക്കെ. ഇത് അന്വേഷിക്കണം. ഇത് UDF സർക്കാർ, മുഖ്യമന്ത്രി VD സതീശൻ മുൻകൈയെടുത്ത് ഇത് അന്വേഷിക്കുക തന്നെ വേണം.